മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി. അണക്കെട്ടിന്റെ നിലവിലെ അവസ്ഥ ഭീതി പടർത്തുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്ന ചോദ്യവും മന്ത്രി ഉയർത്തുകയുണ്ടായി. കോടതിയെ ശാസ്ത്രീയമായി ബോധിപ്പിക്കണമെങ്കിൽ പോലും സാറ്റലൈറ്റ് സംവിധാനം വേണമെന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നേതാവ് സർക്കാരിനെ ചൂണ്ടി പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണത്. പൊട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നു. ഒരു പക്ഷെ പൊട്ടിയാൽ ആര് ഉത്തരവാദിത്തം പറയും? കോടതി പറയുമോ? അതല്ല, കോടതിയിൽ നിന്ന് ഇത്തരം ഉത്തരവുകൾ വാങ്ങി ഇന്നത്തെ സ്ഥിതിവിശേഷം അതേപടി തുടരുന്നവർ ഉത്തരം പറയണമെന്നാണ് സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത്. എന്താണ് ഇതിന്റെ അനന്തരഫലമെന്ന് അവർ ഉത്തരം പറയണം. നമുക്ക് ഇനിയും കണ്ണീരിൽ മുങ്ങിത്താഴാനാവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് നിലവിലുയരുന്ന ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്നാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കും. നിലവിൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 130 അടിയാണ്. ജൂലൈ 28-ന് ശക്തമായ മഴയുണ്ടായപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് 131.6 വരെ എത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ജലനിരപ്പ് കുറഞ്ഞു വരുന്ന സ്ഥിതിയാണ് എന്നും മന്ത്രി ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയുണ്ടായി. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2367 ആണ് എന്നും റൂൾ കർവ് പ്രകാരം 2386.8 വരെ പോകും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2043 മാക്സിമം കപ്പാസിറ്റി എന്നിരിക്കെ 20 അടിയുടെ വ്യത്യാസവുമുണ്ട്. അതുകൊണ്ട് ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശകലനം ചെയ്തു. അനിഷ്ട സംഭവം ഉണ്ടായാൽ ആരായിരിക്കണം ഉത്തരവാദിത്തമെന്ന് പരസ്പരം കുറ്റപ്പെടുത്താതെ വ്യക്തത രൂപപ്പെടുത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു സേഫ്റ്റി കൺസെപ്റ്റ് ഡാം ഉണ്ടാകണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ റോഷി അഗസ്റ്റിൻ ഉയർത്തുന്നത് തമിഴ്നാടിന്റെ താൽപര്യവും വാദങ്ങളുമെന്ന് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ഇടുക്കി അണക്കെട്ട് താങ്ങുമെന്നത് തമിഴ്നാടിന്റെ കാലങ്ങളായുള്ള വാദമാണ് എന്നും ഇതാണ് മന്ത്രിയും പറഞ്ഞത് എന്നും ഡീൻ കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയൊരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നുവെന്നും ഡീൻ കുര്യാക്കോസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായമാണോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.